പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുവാൻ തക്കവണ്ണം ഏറെ താല്പര്യത്തോടു കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിജയകരമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടു കൂടി മുന്നമേ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇന്ന് അല്പസമയം ദൈവത്തിൻ്റെ തിരുവചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം കാരുണ്യവാനായ ദൈവം തമ്പുരാൻ എന്നെയും തിരഞ്ഞെടുത്തതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് അല്പസമയം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നതായ വേദഭാഗം വിശുദ്ധമുള്ള 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യമാണ്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് കർത്താവായ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പറഞ്ഞതെന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? കർത്താവായ യഹോവേ, നിനക്ക് ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ചും നീ എന്നോട് അരുളി ചെയ്തിരിക്കുന്നു എന്നുള്ളതായ വേദഭാഗമാണ് ഇവിടെ വായിച്ചു കേൾക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, അവസാനത്തെ ന്യായാധിപനായ ശമൂവേലിൻ്റെ കാലം മുതൽ ദാവീദ് രാജാവിൻ്റെ ഭരണനാളിൻ്റെ അവസാന നാളുകൾ വരെയുള്ളതായ ചരിത്രമാണ് 2 ശമൂവേൽ പുസ്തകങ്ങളുടെയും ഉള്ളടക്കമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇവിടെ BC 1050 ഇസ്രായേലിന് ഫെലിസ്ത്യരുടെ ഭീഷണി ഉണ്ടാവുകയാണ്. ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ന്യായാധിപന്മാരുടെ നേതൃത്വം ഈ ഭീഷണിയെ നേരിടുവാനായിട്ട് ഉപയോഗപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ ശമൂവേലിൻ്റെ 2 മക്കളുടെയും നേതൃത്വവും ജനങ്ങൾ അവിടെ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അതിനോട് പൊരുത്തപ്പെടുന്നില്ല എന്ന് കാണുന്നു. ആ സമയത്ത് ജനം ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് സ്വന്തമായി ഒരു രാജാവിനെ അഭിഷേകം ചെയ്ത് നൽകണം, ഈ ജനത്തെ നയിക്കുവാൻ ഒരു രാജാവ് ആവശ്യമാണ് എന്ന് ജനം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ശമൂവേൽ ശൗലിന് രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. അവിടെ ശൗൽ യുദ്ധം ജയിക്കുന്നു എങ്കിൽ പോലും ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് അവിടെ നാം കാണുന്നത് അവൻ ദൈവസന്നിധിയിൽ നിന്ന് ആ അനുഗ്രഹത്തിൽ നിന്നെല്ലാം പുറകോട്ട് പോകുന്നതായ കാര്യങ്ങൾ നാം അവിടെ കാണുന്നുണ്ട്. പിന്നീട് ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ചുകൊണ്ട് ശമൂവേൽ ദാവീദിനെ തൈലക്കൊമ്പെടുത്തുകൊണ്ട് സഹോദരന്മാരുടെ മധ്യത്തിൽ വെച്ച് ശൗൽ അറിയാതെ അഭിഷേകം ചെയ്യുകയാണ്. ആ സമയം മുതൽ ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു എന്ന് നാം വായിക്കുന്നു. പിന്നീട് നടത്തപ്പെടുന്ന ആ യുദ്ധത്തിൽ ശൗൽ രാജാവ് സ്വന്തം വാളിൽ തന്നെ വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഹെബ്രോനിൽ വെച്ച് ദാവീദ് പരസ്യമായി അഭിഷേകം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അനേകം ശത്രുക്കളായ ഫെലിസ്ത്യരെയും അമാലോക്യരെയും മോവാബിനെയും എല്ലാം നശിപ്പിച്ച് അങ്ങനെ ദാവീദ് രാജാവ് സന്തോഷത്തോടെ സ്വസ്ഥനായിരിക്കുമ്പോൾ എൻ്റെ യഹോവയ്ക്ക് ഒരു ആലയം പണിയണമെന്ന് ദാവീദ് രാജാവ് ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് ദാവീദിൻ്റെ പ്രാർത്ഥന യഹോവയായ ദൈവം കേൾക്കുന്നു. പക്ഷേ അവിടെ നാഥാൻ പ്രവാചകനോട് അരുളി ചെയ്യുന്നത് ഇപ്പോൾ ദേവാലയം പണിയണ്ട എന്നുള്ളതാണ്, മറിച്ച് ദേവാലയം പണിയേണ്ടത് ദാവീദിൻ്റെ മകനാണ് എന്നുള്ളതായ കാര്യമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഈ സമയത്ത് ദാവീദ് രാജാവിൻ്റെ അടുക്കലേക്ക് നാഥാൻ പ്രവാചകൻ കടന്നു വന്നിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൊടുക്കുന്ന ഭാഗമാണ് ഈ ഭാഗങ്ങളിലൂടെ നാം വായിച്ചു കേൾക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇവിടെ നാഥാൻ പ്രവാചകൻ ഒത്തിരി കാര്യങ്ങൾ ദാവീദ് രാജാവിനോട് ദൈവത്തിൻ്റെ അരുളപ്പാടായി പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആ ദാവീദിൻ്റെ വംശപരമ്പരയെക്കുറിച്ച്, ദാവീദിൻ്റെ കുലത്തെക്കുറിച്ചാണ് അവിടെ വ്യക്തമായിട്ടും പറയുന്നത്. വാസ്തവത്തിൽ 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം എന്ന് പറയുന്നത് തന്നെ യഹോവയായ ദൈവത്തിൻ്റെ ഒരു ഉടമ്പടിയാണ്, ദാവീദിൻ്റെ കുലത്തോടുള്ള ഉടമ്പടിയാണെന്ന് നാം മനസ്സിലാക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ അവിടെ പറയും, നിനക്കൊരു മകനുണ്ടാകും, അവൻ യെരൂശലേം ദേവാലയം പണിയും എന്ന് മാത്രമല്ല, അവൻ്റെ ആ രാജ്യത്വം, അവൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കുമെന്ന് അവിടെ ദാവീദ് രാജാവിനോട് നാഥാൻ പ്രവാചകൻ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടനുസരിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുള്ള ഹൃദയം നിറഞ്ഞവനായി ദാവീദ് രാജാവ് ആ രാജസിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കടന്നു ചെന്ന് യഹോവയുടെ സന്നിധിയിൽ മുട്ടുമടക്കിയിരുന്നു കൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്.
പ്രിയപ്പെട്ടവരെ, അവിടെ ആ ദൈവത്തിൻ്റെ പ്രവചനം, ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ വചനം അവിടെ നാഥാൻ പ്രവാചകനിലൂടെ കേൾക്കുമ്പോൾ ദാവീദ് രാജാവിൻ്റെ ഹൃദയം തുറക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് ഇത് വായിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതായ പല കാര്യങ്ങളും അവിടെ ദാവീദ് രാജാവിൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം അരുളപ്പാടായി കൊടുക്കുമ്പോൾ എല്ലാം അവനെ ബോധ്യപ്പെടുകയാണ്. പ്രധാനമായിട്ടും ബോധ്യപ്പെട്ടത് അവൻ ഒരു മകനുണ്ടാകും എന്നുള്ളതായ കാര്യങ്ങൾ മാത്രമല്ല, യെരൂശലേം ദേവാലയം പണിയപ്പെടുമെന്നുള്ളതായ മാത്രമല്ല, മറിച്ച് ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്നുള്ളതായ കാര്യം ബോധ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന രക്ഷകൻ ദാവീദിൻ്റെ പുത്രനായിരിക്കുമെന്നുള്ളതായ ആ വിശ്വാസത്തിൻ്റെ ഉറവിടമാണ് ആ അരുളപ്പാടിലൂടെ ദാവീദ് രാജാവിന് മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവിന് അറിയാമായിരുന്നു ലോകത്തിൻ്റെ പാപത്തെ മോചിക്കുവാനായിട്ട് രക്ഷകൻ ക്രിസ്തു അവൻ ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വരും. ഇപ്പോൾ അവന് മനസ്സിലായി അതെൻ്റെ കുലത്തിൽ കൂടിയാണ് സംഭവിക്കുന്നതെന്ന്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചതായ ക്രിസ്തുവിനെ പറ്റി അവിടെ ആ വാക്യത്തിലൂടെ നാം വായിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാം വാക്യത്തിൽ അവിടെ ഗബ്രിയേൽ മാലാഖ കന്യകമറിയാമിനോട് പറയുന്നുണ്ട്, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ വലിയവനാകും, അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. വീണ്ടും പറയുന്നുണ്ട്, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കുമെന്ന്. വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ദാവീദിൻ്റെ സന്തതിയായ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പല ഭാഗങ്ങളിൽ നാം മനസ്സിലാക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെല്ലാം ഈ നാഥാൻ പ്രവാചകൻ്റെ പ്രവചനത്തിലൂടെ ദാവീദ് രാജാവിന് ബോധ്യപ്പെടുമ്പോൾ ദാവീദ് രാജാവിൻ്റെ കുലത്തെക്കുറിച്ച്, സന്തതി പരമ്പരയെക്കുറിച്ച് തന്നെയുമല്ല വരാനിരിക്കുന്ന മശിഹായെക്കുറിച്ചെല്ലാം ബോധ്യപ്പെടുകയാണ്. ദാവീദിൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. തന്നെയുമല്ല, ഞാൻ ചിന്തിക്കുന്നു ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് തൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവ് ചിന്തിക്കുകയാണ്, ഞാൻ ആരായിരുന്നു? ഞാൻ ഇന്ന് അഭിഷിക്തനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്, പക്ഷേ ഞാൻ പണ്ടാരായിരുന്നു? ദാവീദ് രാജാവ് ചിന്തിക്കുന്നു, ഞാൻ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്നവനാണ്, ഇശ്ശായിയുടെ 8 മക്കളിൽ ഇളയവനായിരുന്നു. ഒരുപക്ഷെ ഈ ദാവീദ് ജനിച്ചപ്പോൾ തന്നെ ഇവൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു കാണും, ഇവനെ കൊണ്ട് കഴിവില്ല, ഗുണമില്ല, പ്രാപ്തിയില്ല എന്നെല്ലാം പറഞ്ഞു കണ്ടേക്കാം. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് വിദ്യാഭ്യാസം കിട്ടിക്കാണില്ല. ഒരുപക്ഷെ ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാർക്ക് വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ടായിരിക്കാം ശൗൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവർക്ക് ജോലിക്കാരായി, പട്ടാളക്കാരായി ജോലി ലഭിക്കുവാൻ കാരണം ദാവീദിന് വിദ്യാഭ്യാസം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇടയച്ചെറുക്കനായിട്ടാണ് അവൻ മുന്നോട്ട് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അവൻ ഇടയച്ചെറുക്കനായിട്ട് വിദ്യാഭ്യാസമൊന്നുമില്ലാതെ വെറും ഇടയച്ചെറുക്കനായിട്ടാണ് ജീവിച്ച് വളർന്നതെന്ന് പോലും നാം അവിടെ മനസ്സിലാക്കുന്നുണ്ട്. ആ ദാവീദെന്ന ഇടയച്ചെറുക്കനോടുകൂടെ ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നുവെന്ന്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, അങ്ങനെ ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു കൊണ്ടാണല്ലോ സിംഹത്തെയും കരടിയും എല്ലാം ആക്രമിക്കുവാനെല്ലാം അവന് ദൈവം തമ്പുരാൻ കൃപ കൊടുത്തത്. മുന്നോട്ട് നമ്മൾ വീണ്ടും പോകുമ്പോൾ കാണുന്ന കാഴ്ച, അനേകം ആളുകളെ കൊന്നൊടുക്കിയവനായ വലിയ മല്ലനായിരുന്ന, ഫെലിസ്ത്യ മല്ലനായിരുന്ന ഗോലിയാത്തിനെ കൊല്ലുവാനായിട്ട് പലരും നോക്കിയിട്ട് നടക്കാത്ത ഒരു വലിയ കാര്യം ഇതാ ദാവീദിന് ഏറ്റെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് പ്രിയപ്പെട്ട നാം ചിന്തിക്കണമേ. ദാവീദിനോടുകൂടെ, ദാവീദെന്ന ഇടയച്ചെറുക്കനോടുകൂടെ ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരുന്നു കൊണ്ട് തന്നെയാണല്ലോ പ്രിയ സഹോദരങ്ങളെ നാം അവിടെ കാണുന്നുണ്ട്. ഈ മല്ലനായ, വില്ലാളി വീരനായ, ആയുധധാരിയായ ഗോലിയാത്തിനെ നേരിടുവാനായിട്ട് ദാവീദെന്ന ഇടയച്ചെറുക്കൻ ചെല്ലുമ്പോൾ അവിടെ ദാവീദിൻ്റെ കയ്യിൽ ആയുധമില്ല, ഏതാനും ചില കല്ലുകളും ഒരു കവിണിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് ദാവീദ് പറയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദാവീദ് ഫെലിസ്ത്യമല്ലനായ ഗോലിയാത്തിനോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ ആയുധമില്ല, എന്നാൽ നീ നിന്ദിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ എതിരിടാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദാവീദെന്ന ഇടയച്ചെറുക്കൻ ഗോലിയാത്തെ നേരിടുവാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് അവൻ പറയുന്നത്, എൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല കേട്ടോ, നിന്നെപ്പോലെ ഞാൻ ആയുധധാരിയല്ല, എനിക്ക് ബലമില്ല, ആരോഗ്യമില്ല, ഒന്നുമില്ല, പക്ഷേ ഞാൻ നിരായുധനാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നീ നിന്ദിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഞാൻ നിന്നെ എതിരിടാൻ വരുന്നത്. അവൻ ഒറ്റയേറിന് തന്നെ ഗോലിയാത്തിനെ വീഴ്ത്തുകയാണല്ലോ. അവൻ വീണ് കഴിഞ്ഞപ്പോൾ ഓടിച്ചെന്ന് പ്രിയപ്പെട്ടവരെ ആ ഗോലിയാത്തിൻ്റെ തന്നെ വാള് ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ
കൊലപ്പെടുത്തുന്ന കാഴ്ചയാണ് നാം അവിടെ കണ്ടുവരുന്നത്. സഹോദരങ്ങളെ, ഇതാ ഇസ്രായേൽ കന്യകമാർ പാടി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നുവെന്ന്. ശൗൽ രാജാവിന് ദാവീദിനോട് കണ്ണുകടിയായി, അസൂയയായി. എന്നാൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ ഇസ്രായേലിൻ്റെ അഭിഷിക്തനായിട്ട് പ്രിയപ്പെട്ടവരെ ദാവീദ് എന്ന ഇടയച്ചെറുക്കൻ അഭിഷേകം ചെയ്യുവാൻ സാധിക്കുകയാണ്. കാരണം യഹോവയുടെ കൃപ ദാവീദിൻ്റെ മേലുണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നാം ഇതിനോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഇന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് വിദ്യാഭ്യാസമില്ല, സാരമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ വിവരമില്ലെന്ന് കണ്ടേക്കാം, സൗന്ദര്യമില്ലെന്ന് കണ്ടേക്കാം, പണമില്ലെന്ന് കണ്ടേക്കാം, എല്ലാവരാലും ത്യജിക്കപ്പെട്ടവനായാലും സാരമില്ല കേട്ടോ. ഒറ്റ കാര്യം മാത്രം, എൻ്റെ കൂടെ ദൈവത്തിൻ്റെ കൃപയുണ്ടോ, ഞാൻ യേശുവിലാണോ നടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആരും പേടിക്കേണ്ട കാര്യമില്ല. ദൈവകൃപ നിന്നോട് കൂടെയുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ കരം പിടിച്ചുയർത്തുവാൻ നമ്മുടെ ദൈവം സഹായകനാണ്. അവന് സാധിക്കും, മറന്നു പോകരുതേ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ദാവീദ് അങ്ങനെ രാജാവായി അഭിഷേകം ചെയ്തപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി ആ ശത്രുക്കളെയെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് അങ്ങനെ സസന്തോഷം വാഴുമ്പോഴാണ് നാഥാൻ പ്രവാചകൻ കടന്നു വന്ന് പറയുന്നത്, ഇനിയും ചില നല്ല നാളുകൾ വരാൻ പോവുകയാണ്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല രാജാവേ, ഇനിയും സന്തോഷ നാളുകൾ വരാൻ പോവുകയാണ്. ഒരു മകനുണ്ടാകാൻ പോവുകയാണ്. യെരുശലേം ദേവാലയം പണിയാൻ പോവുകയാണ്. തന്നെയുമല്ല, നിന്റെ വംശപരമ്പരയിൽ നിന്ന് ലോകരക്ഷകൻ അവതരിക്കാൻ പോവുകയാണ്. ആ രാജ്യത്വം എന്നേക്ക് സ്ഥിരമാകാൻ പോവുകയാണ്. ഇതെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് എല്ലാം ഓർത്തുകൊണ്ട്, ദൈവം തന്ന നന്മകളെ ഓർത്തുകൊണ്ട് ദാവീദ് രാജാവ് ഇതാ മുട്ടുമടക്കി യഹോവയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ നന്ദിയോടെ പറയുന്ന ഭാഗമാണ് നാം കുറിവാക്യമായി വായിച്ചു കേട്ടത്. കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാർ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. കർത്താവായ യഹോവേ, ഇതും പോരാഞ്ഞിട്ട് ദീർഘകാലത്തെക്കുറിച്ചും അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അടിയനോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് രാജാവ് യഹോവയുടെ സന്നിധി ഇരുന്നുകൊണ്ട്, കൊട്ടാരത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് നന്ദിയോടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, ആ പ്രാർത്ഥനാഭാഗം ഈയിടെ ഇറങ്ങിയത് ഒരു പാട്ടിലൂടെ കേൾക്കുവാനിടയായി. ഞാനൊന്ന് 2 പാടുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. സഹോദരങ്ങളെ, ആ അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം രാജാവ് ദാവീദ് പറയുന്നുണ്ട്, കർത്താവായ യഹോവേ, നീ തന്നെ ദൈവം, നിന്റെ വചനങ്ങൾ സത്യം ആകുന്നു, അടിയന് ഈ നന്മയെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് അവിടെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒപ്പം തന്നെ പറയുകയാണ്, കർത്താവായ യഹോവേ, നീ തന്നെയാണ് ദൈവം, നീയാണ് ദൈവം, ഞാൻ നിന്നെ ആരാധിക്കുന്നു. വീണ്ടും പറയുന്നുണ്ട്, നിന്റെ വചനങ്ങൾ സത്യം തന്നെ എന്ന് പ്രിയപ്പെട്ടവരെ ദാവീദ് രാജാവ് പറയുന്നു. ആ വചനത്തിലൂടെ എനിക്ക് നന്മകൾ നീ പ്രദാനം ചെയ്തിരിക്കുന്നുവല്ലോ എന്നവിടെ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിവിടെ നിൽക്കുമ്പോൾ ചിന്തിക്കുകയാണ്, ഈ വചനം കേൾക്കും നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം സമയം കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അറിഞ്ഞിരിക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവർ, ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഈ സുവിശേഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, സുവിശേഷം എന്തിനു വേണ്ടി എഴുതപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഒന്നുകൂടി വായിച്ച് കേൾപ്പിക്കാം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നുവെന്ന്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് യേശു തമ്പുരാൻ ദൈവപുത്രനായ ക്രിസ്തു എന്നുള്ളതായ
വ്യക്തമായ ബോധ്യമുണ്ടാകേണ്ടത്. തന്നെയുമല്ല, അങ്ങനെ ബോധ്യമുണ്ടാകുമ്പോഴാണ്, വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ആ നിത്യജീവനെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തിൻ്റെ വചനം കേട്ട് ഈ നാളുകളിൽ അനേകം ആളുകൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനിടയാകുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇത്രയും കാലമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ധ്യാനം കൂടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഓരോ ധ്യാന കേന്ദ്രങ്ങളിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ഒന്ന് ശ്രമിക്കണമേ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകനുടെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് രാജാവിന് ബോധ്യമുണ്ടായതുപോലെ ഈ നാളുകളിൽ അനേകം ആളുകൾ വചനം കേട്ടുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് നിത്യജീവന് വേണ്ടി ജീവിക്കുന്നവരായി മാറുവാൻ, ഒപ്പം തന്നെ പാപത്തിൻ്റെ മേഖലകളോട് വിട പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുവാനും ഇടയാകുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതുപോലെ ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് കടന്നു വരുന്നത്? സഹോദരങ്ങളെ, വചനം കേട്ടപ്പോൾ ഇതാ ദാവീദ് രാജാവിന് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഒന്ന് ഓർമ്മിക്കുവാനിടയായി. ഞാൻ ഈയിടെ വൈദികരുടെ ധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ ക്ലാസ് എടുത്ത് ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ പറഞ്ഞത്, നാം എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണല്ലോ. വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനം വളരെ അപകടരഹിതമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് നോക്കി ഓടിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ പാലിക്കണം, തിരിയാൻ നേരത്ത് ഇൻഡിക്കേറ്ററെല്ലാം ഇടണം. ഇതെല്ലാം ശരിയാണ്. പക്ഷേ അതിലുപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വാഹനത്തിൻ്റെ കണ്ണാടി നോക്കി, മിറർ നോക്കി ഓടിക്കുക എന്നുള്ളതാണ്. കാരണം ആ വാഹനത്തിൻ്റെ കണ്ണാടി നോക്കി ഓടിക്കുമ്പോൾ മാത്രമാണ് പുറകിലൂടെ വാഹനങ്ങൾ കടന്ന് ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ടോ, അല്ല വലതുവശയ്ക്ക് തിരിയുമ്പോൾ അതിൽ വാഹനം കടന്നു വരുന്നുണ്ടോ, ഇതെല്ലാം ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നത് അതിലെ കണ്ണാടിയാണ്. കണ്ണാടി നോക്കി ഓടിച്ചാൽ മാത്രമേ ഒരു വാഹനം വ്യക്തമായിട്ട് അപകടരഹിതമായിട്ട് മുന്നോട്ട് നോക്കി ഓടിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഞാനും നിങ്ങളും ജീവിതയാത്രയിൽ ജീവിതമാകുന്ന വാഹനം ഓടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതം അപകടരഹിതമായി മുന്നോട്ട് പോകണമെങ്കിൽ, യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വചനമാകുന്ന കണ്ണാടിയിലൂടെ നോക്കി മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനമാകുന്ന കണ്ണാടിയിലൂടെ നോക്കി മുന്നോട്ട് പോകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, എത്ര പേർക്ക് കഴിഞ്ഞ കാലങ്ങളോട് ചിന്തിക്കുവാൻ എൻ്റെ ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ പട്ടിണി ആയിരുന്നുവല്ലോ, നല്ല വീടുണ്ടായിരുന്നില്ല, നല്ല വസ്ത്രമുണ്ടായിരുന്നില്ല, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശുവേ, ഇന്ന് എനിക്കെല്ലാം ഉണ്ട്. ഞാൻ ഇത്രയും കാലം ചിന്തിച്ചു കൊണ്ടിരുന്നത് എല്ലാം ഞാൻ ഉണ്ടാക്കിയതെന്നാണ്. പക്ഷേ എനിക്കിന്നിപ്പോൾ മനസ്സിലാവുകയാണ്, വചനം കേട്ടല്ല, നീയാണല്ലോ എല്ലാം തന്നത്. യേശുവേ, ഞാൻ നിന്നോട് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, പോരാ, അപകടം പറ്റിയതാണ്, പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു, മരിച്ചു പോകേണ്ടതായിരുന്നു. അവിടുന്ന് യേശുവാണല്ലോ എന്നെ കൈപിടിച്ച് ഇവിടെ കൊണ്ടുവന്നത്, യേശുവാണല്ലോ ആരോഗ്യം തന്നത്. പനി വന്നു, മഞ്ഞപ്പിത്തം വന്നു, മറ്റ് പല അസുഖങ്ങളും വന്നു, മരിച്ചു പോകേണ്ടതായിരുന്നു. എന്നാൽ ഇന്ന് മരിക്കാതിരിക്കുന്നുവെങ്കിൽ യേശുവേ, നീയാണല്ലോ എനിക്ക് ആയുസ് തന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഇതെല്ലാം ഓർത്തേ മതിയാകൂ. പ്രിയപ്പെട്ട ദൈവജനമേ, 116 സങ്കീർത്തനം 12 വാക്യം പറയുന്നുണ്ട്, യഹോവ എനിക്ക് ഈ സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശു എനിക്കെല്ലാം ചെയ്തു തന്നു എന്ന് ബോധ്യമാകുന്നുവെങ്കിൽ നമുക്ക് നന്ദി പറയുവാൻ സാധിക്കും. അങ്ങനെ നന്ദി ഉണ്ടാകുമ്പോൾ സ്തോത്രം പറയുവാൻ, ഹല്ലേലൂയ പറയുവാൻ സാധിക്കും. പോരാ, അങ്ങ് നന്ദി പറയുവാൻ സാധിക്കുമ്പോൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ഞായറാഴ്ച ആരാധനയ്ക്ക് കുടുംബസമേതം പള്ളിയിലേക്ക് പോകുവാൻ സാധിക്കും, നന്ദിയുണ്ടെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ നന്ദിയുണ്ടെങ്കിൽ പാപത്തോട് നോ പറയുവാൻ സാധിക്കും. 4 സങ്കീർത്തനം 4 വാക്യം പറയും, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. പ്രിയപ്പെട്ട ദൈവജനമേ, പാപം കാണുമ്പോൾ, പാപം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നോ പറയുന്നവരായി, എനിക്കത് വേണ്ട എന്ന് പറയുന്നവരായി മാറുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ടവർ, തന്നെയുമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത് മാത്രം പോരല്ലോ. യെശയ്യാ പ്രവാചന പുസ്തകം 53 അധ്യായം 6-7 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം എല്ലാവരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിനിടയിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ മൗനമായിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ആദാം മുതലുള്ളതായ സർവ്വ മാനവജാതിയുടെയും എൻ്റെയും നിങ്ങളുടെയും പാപം മോചിക്കുവാനായിട്ടാണ് പിതാവാൻ ദൈവം അവൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു തന്നത്. പ്രിയപ്പെട്ടവർ, 33 വയസ്സിൽ അവനെ കുരിശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോകുമ്പോൾ അവൻ
ലോകത്തിൻ്റെ രക്ഷകനാണ്, അവൻ ദൈവപുത്രനാണ്, ഇതെല്ലാം വേണ്ടെന്ന് വെക്കാമായിരുന്നു. പക്ഷേ അവനിതാ പ്രിയപ്പെട്ടവരെ സകല സഹനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടിയാണ് ആ വേദനയെല്ലാം സ്വീകരിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ചിന്തിക്കാമോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി ജീവനെ തന്നല്ലോ, നിത്യജീവൻ തരാനാണല്ലോ ഇതെല്ലാം ചെയ്തത്, ഇന്നുള്ളതായ നന്മയെല്ലാം തന്നല്ലോ പ്രിയപ്പെട്ട. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ ആ ദാവീദിനെ പോലെ ഒന്ന് പറയുവാൻ സാധിക്കുമോ, നാം പാപം ചെയ്ത് പലവട്ടം ദൈവത്തെ വേദനിപ്പിച്ചുവെങ്കിൽ പോലും ഇന്നും നാം തകർന്നു ഇരിക്കുന്നുവെങ്കിൽ അത് നാം ചിന്തിക്കണമേ. യേശു നമ്മെ സ്നേഹിക്കുന്നുകൊണ്ടാണ്, കരുതുന്നുകൊണ്ടാണ്, വീണ്ടും അവസരം തരികയാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടതുകൊണ്ട് എന്ന് തീരുമാനമെടുക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ പാട്ടുകാരൻ തുടർന്ന് പാടുന്നുണ്ട്. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ടൊന്ന് സ്തുതിച്ചാട്ടെ. ഹാലലുയ്യ. സ്തുതിയിൽ വസിക്കുന്ന യേശു തമ്പുരാനും സ്തുതിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ. കാരുണ്യവാനായ കർത്താവേ, മനോഹരമായ നിമിഷങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള നാളുകൾ വിശുദ്ധിയോടെ നന്ദി പറഞ്ഞുകൊണ്ട്, നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് കർത്താവെ പാപത്തോട് വിട പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാ ഭവനങ്ങളും നിറയ്ക്കുമാറാകണമേ. രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല തിന്മകളും എല്ലാ ഭവനങ്ങളും ഒഴിഞ്ഞു പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നിത്യജീവന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുന്നവരായ എല്ലാവരെയും മാറ്റുമാറാകണമേ. ആയത് ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സർവ്വവിശുദ്ധന്മാരുടെയും മധ്യസ്ഥ യാചിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ ഉന്നതനാമത്തെ ചോദിക്കുമ്പോൾ പിതാവാം ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമളി ചെയ്യുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. Te